പണിക്കർ സാറിൻ്റെ മലയാളം നാടകങ്ങളായിട്ടുള്ള അവനവൻ കടമ്പ, കരിങ്കുട്ടി, കരിവേഷം അതുപോലുള്ള മറ്റ് നാടകങ്ങളിലും താങ്കൾ അഭിനേതാവായിരുന്നല്ലോ. ആ നാടകങ്ങളുടെ ഒരു അഭിനയ പരിചയം വെളിവാക്കാമോ? ഒന്ന് ഈ കലിവേഷത്തിൽ അതൊരു നടൻ്റെ കഥയാണ് അതിൽ പറയുന്നത്. അതും പറഞ്ഞതുപോലെ നടൻ എന്ന് പറയുമ്പോൾ അതൊരു കഥകളി നടൻ്റെ കഥയായിട്ടാണ് അതിൽ പറയുന്നതെങ്കിലും എല്ലാ നടന്മാരെയും കൂടെ ഒരു സിംബോളിക്കായിട്ട് സിംബിളൈസ് ചെയ്യുന്ന ഒരു നടൻ എന്ന് കണ്ടാൽ മതി. പക്ഷേ അതിൽ നാടകത്തിൽ നളചരിതമായിട്ട് ബന്ധപ്പെട്ട ഒരു കലിവേഷം ചെയ്യാൻ വിധിക്കപ്പെട്ട, അപ്പോൾ അതിനൊരു സാറിനൊരു അത് എഴുതാനുള്ള ആദ്യം സാർ കവിത എഴുതിയത് കലിസന്തരണം എന്ന് പറയും, നാടകം പിന്നാക്കി. അപ്പോൾ ഈ കവിതയുടെ പേര് കലിസന്തരണം. അതിന് കാരണമായത് നമ്മുടെ ഇപ്പം ജീവിച്ചിരിപ്പിൽ കലിസന്തരണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കലിയുടെ നമ്മൾ പറയില്ലേ, കലി ബാധിച്ചു എന്ന് പറയുന്നത് പോലെയുള്ളതാണ്. അപ്പോൾ അത് സാറിന് അത് എഴുതാൻ എങ്ങനെ ഇൻസ്പയർഡ് ആയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ലാത്ത നമ്മുടെ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, അത് തന്നെ. അപ്പോൾ ആ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ടാണ് സാർ അത് എഴുതിയത്. കാര്യം വേറെ ഒന്നുമില്ല, അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇത്രയും സാത്വികനായ ഒരു ബ്രാഹ്മണൻ നമുക്ക് കാണാൻ പറ്റില്ല എല്ലാ അർത്ഥത്തിലും. അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഒരു സാത്വികത മാക്സിമം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്ന നെഗറ്റീവായിട്ട് അദ്ദേഹത്തിൽ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകളിയിൽ കിട്ടുന്നതെല്ലാം കീചകൻ, കലി ഇങ്ങനെ തുടങ്ങിയ വളരെ ദുഷ്ട കഥാപാത്രങ്ങൾ മാത്രമേ കിട്ടൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ പലരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സിൻ്റെ പ്രത്യേകതയാണ്. ആ ഒരു റോളിൽ അദ്ദേഹം തിളങ്ങും. പക്ഷെ സ്വതവേ ലൈഫിൽ അയാൾ ഇത്രയും സാത്വികനായ ഇത്രയും പാവത്താനായ ഒരാളില്ല, ബ്രാഹ്മണന്റെ റോൾ ചെയ്യേണ്ട ആളാണ്. പക്ഷെ അതിനേക്കാൾ എല്ലാവർക്കും അദ്ദേഹം ഈ റോള് ഇത്തരം റോൾ എല്ലാവരും അതെ. അപ്പോൾ അദ്ദേഹത്തെ ഒരു ടൈപ്പ് ആക്കി മാറ്റി എന്ന് വേണം പറയാം ഒരു രീതിയിൽ. മറ്റൊന്നും ചെയ്തിട്ടുണ്ട്, എന്നാലും എല്ലാവരും കാണുന്നത് നെല്ലിയോടാണോ, അത് കീചകൻ ചെയ്താൽ മതി, വസലാവും എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ആക്കി മാറ്റി. അതാണ് ആ ഒരു മാനസിക സംഘർഷമാണ് ഈ കവിത എഴുതുകയും പിന്നെ അത് കലിവേഷം എന്നുള്ള പേരിൽ സാറ് നാടകമാക്കി. അപ്പോൾ ഈ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ആ റോൾ ഞാനാണ് ചെയ്യുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ട് കഴിഞ്ഞ മാസം ചെയ്തു. അദ്ദേഹം ഈ നാടകം ഫാമിലി ആയിട്ടൊന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഈ നാടകം ഇവിടെ കണ്ടിരുന്നു, ഇവിടെ വയലോപ്പള്ളിയിൽ ധാരാളം ചെയ്തൊരു നാടകമാണ്. വെളിയിലും എനിക്ക് കേരളത്തിന് അകത്തും പുറത്തുമൊക്കെ ചെയ്തവർ. കാരണം ഇത് വിഷയം എല്ലാവർക്കും എന്താണ്, ഈ ഒരു നടൻ്റെ കാര്യം, കഥകളി നടൻ എന്നുള്ളതല്ല, ഒരു നടൻ്റെ മാനസികാവസ്ഥയാണ്. അയാളുടെ റിയൽ ലൈഫും അയാൾ ചെയ്യുന്ന കഥാപാത്രങ്ങളുമായിട്ടുള്ള ഒരു സംഘർഷം. അയാൾ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ സ്റ്റേജിൽ കാണിക്കുന്നതൊക്കെ ദുഷ്ടത്തനമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തിന്മകൾ മാത്രമേ സ്റ്റേജിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ ചെയ്യാറുള്ളൂ. പക്ഷേ ലൈഫിൽ അതുകൊണ്ടൊന്നും ഒരു ബന്ധമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മാനസിക ഒരു സംഘർഷമാണ് അതിലെ വിഷയം. എല്ലാ നടന്മാരുടെ അല്ലെങ്കിൽ ഒരു നടൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. എത്രത്തോളം കഥാപാത്രമായി മാറാം, എത്രത്തോളം അതിൽ നിന്ന് ഡിറ്റാച്ചഡ് ആകണം, ഇങ്ങനെയുള്ള ഒരു നടനായ എന്ത് വേഷം കെട്ടിയേ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൽ നമുക്ക് സ്ഥാപിക്കുന്നത്. അത് തന്നെയാണ്, അതാണ് ശരിക്കുള്ളത്. അല്ലാതെ ഇപ്പോൾ ഞാനിങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കിട്ടുന്നതൊക്കെ എൻ്റെ സ്വഭാവമായിട്ട് അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നടനെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു നാടകമാണ് ഈ കലിവേഷം എന്ന് പറയുന്നത്. പിന്നെ ചെയ്തിട്ടുള്ളത് ഈ ഇതിലാണ് അവനവൻ കടമ്പ 25ാം വാർഷികത്തിൽ വീണ്ടും അവതരിപ്പിച്ചിരുന്നല്ലോ. ചെയ്തു. അതിനുശേഷം ഈ പിന്നെ സാറിൻ്റെ 70ാം പിറന്നാളിന് നെടുമുടി വേണുചേട്ടൻ തുടങ്ങിയ ജഗന്നാഥൻ സാറ് ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് അത് 80ാം പിറന്നാൾ. അതിന് 10 വർഷം മുമ്പ് അട്ടക്കുളങ്ങര സ്കൂളിലായിരുന്നു. സ്കൂളിൽ അത് 70ാം പിറന്നാളിന് ചെയ്തു. അപ്പോൾ പഴയ ശിഷ്യന്മാരെല്ലാം ചേർന്നാണ് അത് ഒരു ഗുരുദക്ഷിണയായിട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അവരെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പങ്കെടുക്കേണ്ടി വന്നില്ല, പിന്നണിയിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 10 വർഷത്തിന് ശേഷം 80ാം പിറന്നാളിന് അത് 2008 ആണ് ചെയ്തത്. 2008 അത് ചെയ്യുമ്പോൾ ടാഗോർ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ അതായിരുന്നു കളിച്ചത്. അവിടെ ടാഗോർ തിയേറ്ററിന്റെ ബാക്കിൽ കളിച്ചത്. അത് തന്നെ PRD ക്ക് വേണ്ടി ചെയ്തത്. അതൊക്കെ പിന്നീടാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇവരാരും ഇല്ലല്ലോ. നെടുമുടി വേണുചേട്ടൻ ഉണ്ടായിരുന്നു, കാണാനുണ്ട്. ജഗന്നാഥ് സാറും ഉണ്ടായിരുന്നു. വേണുചേട്ടനൊക്കെ അഭിനയിച്ചിരുന്നില്ല അതിൽ? ഇല്ല. കനകക്കുന്നിൽ അല്ല, ഇപ്പം പറഞ്ഞ ടാഗോറിലില്ലായിരുന്നു. ഈ 80ാം പിറന്നാളിന് കനകക്കുന്നിൽ ചെയ്യുമ്പോൾ ഇവരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ 70ാം പിറന്നാളിന് ഉണ്ടായിരുന്ന ശിഷ്യരിൽ പലരും മരിച്ചു ഈ 10 വർഷത്തിനിടയ്ക്ക്. അതിലൊന്നായിരുന്നു, അതിൽ ദേശത്തുടയൻ എന്ന് പറയുന്ന റോള് ചെയ്യുന്ന SR ഗോപാലകൃഷ്ണൻ. ഭീമൻ. അത് തന്നെ. അപ്പോൾ അദ്ദേഹം തനിമ സ്റ്റുഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ തനിമ ഗോവൻ ചേട്ടൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മരിച്ചു ഈ 10 വർഷത്തിനിടയ്ക്ക്. അപ്പോൾ വേണുചേട്ടൻ എന്നോട് പറഞ്ഞു, ഈ ദേശത്തുടയൻ ചെയ്യണം, അപ്പം ഗിരീഷ് ചെയ്താൽ മതി, കുഴപ്പമില്ല, ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതുവരെ ഞാൻ ആട്ടപ്പണ്ടാരത്തിൽ 3ാമനായിരുന്നു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ വേണുചേട്ടനാണ് പറഞ്ഞത്, കാസ്റ്റ് ചെയ്തത് അങ്ങനെയാണ്, എന്നാൽ ഗിരീഷ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ജഗന്നാഥൻ സാറും വേണുചേട്ടനും കൂടെ എന്നെ ആ റോള് പഠിപ്പിച്ച് 80ാം പിറന്നാളിനാണ് ആദ്യമായിട്ട് ഞാൻ കനകക്കുന്ന് ആ ഗ്രൗണ്ടിൽ മുറ്റത്ത് ആണ് അത് ആദ്യം ചെയ്യുന്നത്. പിന്നെ പല അത് പ്രമാണിച്ച് 1-2 സ്റ്റേജുകൾ എറണാകുളത്തൊക്കെ ഞങ്ങൾ അവരോടെ തന്നെ ചെയ്തു. പിന്നെ G. അരവിന്ദനാണല്ലോ ഇത് കടമ്പ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തത്.
75 അതെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ മെമ്മറി ഒരു ഡേ വന്നപ്പോൾ സ്മൃതി ദിനത്തിന് ഇവിടെ മ്യൂസിക് കോളേജിൽ സംഗീത കോളേജിൻ്റെ ഗ്രൗണ്ടിലും അത് ചെയ്തു. പല സ്റ്റേജുകളിൽ വേണുചേട്ടനോടൊപ്പം ജഗന്നാഥ് സാറിനോടൊപ്പം തന്നെയാണ് അത് ചെയ്തത്. പിന്നീടാണ് ഈ അവരൊക്കെ ഓരോരോ ശാരീരികമായിട്ട് വയ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തോ, ഞങ്ങളൊന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് ജഗന്നാഥ് സാറും വേണുചേട്ടനും അവിടെ ടാഗോർ തിയേറ്ററിൽ കാണാനുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഒരു അടുത്ത ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഈ വേറെ പുതിയ ആൾക്കാർ വെച്ച് ചെയ്തു. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ കടമ്പയുടെ 50-ാം വർഷമാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു അവാർഡ് ദാനമൊക്കെ ഉണ്ട്. വരുന്ന 8-ാം തീയതി, നവംബർ 8-ാം തീയതി കളിക്കുന്നുണ്ടോ? അതൊരു അരമണിക്കൂറാക്കി ചുരുക്കി ചെയ്യുന്നുണ്ട്. ഞങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അരമണിക്കൂറാക്കി ചുരുക്കി ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യം വേറെ പരിപാടികൾ ഉള്ളതുകൊണ്ട് അത് ഫുൾ നാടകം ഒരു 1.5 മണിക്കൂർ കൂടുതലുണ്ടല്ലോ. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. എന്നാലും ഒരു അരമണിക്കൂറായിട്ട് അതിനെ നമ്മൾ ക്യാപ്സ്യൂൾ എന്നൊക്കെ പറയുന്ന പോലെ അതിന് വേണ്ടിയിട്ട് നമ്മളത് തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ അതിനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൽ ഈ ഞാൻ പറയും, എനിക്കിപ്പം പല റോളുകളും ചെയ്യേണ്ടി വന്ന ചിലതൊക്കെ ഇങ്ങനെയാണ്. അതിന് മുമ്പ് ഇപ്പോൾ കർണഭാരം കലാരൻ ചേട്ടൻ ചെയ്തെന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് മുമ്പ് ചെയ്ത റോളുകളൊക്കെ പിന്നെ എനിക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഈ ഘടോത്കജൻ്റെ റോളും പിന്നീട് ആദ്യം മധ്യമനായിട്ടാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഒരു ഭംഗത്തിലാണ് ശരിക്കും സ്വതവേ ആദ്യമായിട്ട് ആ ഒരു മികച്ച പ്രധാന കഥാപാത്രത്തെ ചെയ്യേണ്ടി വരുന്നത്. ബാക്കിയൊക്കെ ഇതുപോലെ മുമ്പ് ആരെങ്കിലും ചെയ്ത കഥാപാത്രം. പിന്നെ പുതുതായിട്ട് ചെയ്ത ഇപ്പോൾ കലിവേഷത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കരിങ്കുട്ടിയിലും ഞാൻ രണ്ടാമത്തെ കരിങ്കുട്ടിയാണ് പിന്നെ ചെയ്തത്. നമ്മുടെ പ്രശസ്ത നടന്മാരായിട്ടുള്ള ഭരത് ഗോപി, അതുപോലെ നെടുമുടി വേണു, ഇവരെല്ലാം പണിക്കർ സാറിൻ്റെ ശിഷ്യന്മാരും പണിക്കർ സാറിൻ്റെ നാടകങ്ങളിലെ മുഖ്യ അഭിനേതാക്കളുമായിരുന്നു അല്ലേ? അപ്പോൾ അവരോടൊപ്പമുള്ള താങ്കളുടെ ഒരു അഭിനയ പരിചയം എങ്ങനെയായിരുന്നു? അവസരം ലഭിച്ചിട്ടുണ്ടോ അവരോടൊത്ത് വർക്ക് ചെയ്യാൻ? ഉണ്ട്. അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടായത് ഭരത് ഗോപിച്ചേട്ടൻ തന്നെ. ഗോപിച്ചേട്ടൻ ഒറ്റയാൻ ചെയ്തപ്പോൾ 78-ലല്ലേ ചെയ്യുന്നത്? അല്ല, ബോംബെയിൽ കളിച്ചു. അതെ. ബോംബെയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ആണ് പിന്നെ അദ്ദേഹം ഒറ്റയാൻ ചെയ്യുന്ന സമയത്ത് അതിലൊരു സംഘത്തിലൊരാളായിട്ട് ഞാനും ഉണ്ടായിരുന്നു. ഒറ്റയാൻ ആദ്യം ചെയ്തത് ശിവമോഹൻ തമ്മിയുടെ അമ്മാവനാണ്. അതാണ് ജഗന്നാഥ് സാറാണ് ആദ്യത്തെ ഒറ്റയാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തിരുമേനി വാസുദേവൻ നമ്പർ ചെയ്ത ഒറ്റയാനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതെ, അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഞാനാണ്. ഇപ്പോൾ ഈ 2 വർഷം കളിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ശിവമോഹൻ തമ്പിയാണ് റീഡയറക്ട് ചെയ്തത്. സാർ ചെയ്തത് തന്നെ, എന്നാൽ അദ്ദേഹത്തിൻ്റെ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾ 1-2 സ്റ്റേജ് അത് ചെയ്തു. ഇപ്പോൾ ഞാനാണത് ഒറ്റയാൻ്റെ റോള് ചെയ്യുന്നത്. അപ്പോൾ ഭരത് ഗോപി ചേട്ടനുമായിട്ടാണ് ശരിക്കും ഈ പഴയ തലമുറയിലെ ഒരാളായിട്ടുള്ള ഒരു എന്ന് പറയാൻ അത് എടുത്ത് പറയത്തക്ക രീതിയിൽ അദ്ദേഹത്തോട് ആ ഒരു സ്റ്റേജ് മാത്രം ഒറ്റയാൻ ചെയ്തപ്പോൾ ഒപ്പം അഭിനയിച്ചത്. അത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിനുശേഷം അദ്ദേഹം തിരുമുടി എന്ന് പറഞ്ഞ് നിങ്ങളെ സോപാനത്തിൽ ആക്ടേഴ്സിനെ വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്തു. അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലും സെൻട്രൽ മെയിൻ ക്യാരക്ടറാണ്. ചിരുണ്ടൻ എന്നാണ് പറയുന്നത്. ചിരുണ്ടൻ പാഞ്ചി നമ്മുടെ ശ്രീലതയാണ് ചെയ്തത്. അതിൽ അലൻസിയറൊക്കെ അഭിനയിച്ചിരുന്നു. ഇവിടെ മരുതൻകുഴിയിലെ ചിത്രപുരം, ഞാൻ അവിടെ ആ നാടകം കാണാൻ. അതിൽ ചിരുണ്ടൻ ആ നായികയായിട്ടാണ് ഈ നമ്മുടെ ശ്രീലത ഇപ്പോൾ അമേരിക്ക സ്റ്റേറ്റ്സിൽ നിൽക്കുന്നത്. അപ്പം അത് അപ്പം അദ്ദേഹത്തിന് ശാരീരികമായ ഇത് വന്നു, അസുഖം വന്ന ശേഷമാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഈ ആ റോള് ചെയ്ത് അദ്ദേഹത്തോട് ആദ്യം ഈ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ കൂടെ അഭിനയിച്ചു എന്നുള്ളത്. അത് കഴിഞ്ഞ് ഇതാണ് ഗോപിച്ചേട്ടനുമായിട്ടുള്ള ബന്ധം. പിന്നെ വേണുചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അവനവൻ കടമ്പ മുതലുള്ള അതെ, അവനവൻ കടമ്പ മുതൽ തുടങ്ങി. പിന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സാറും കൂടെ മരിച്ചതിന് ശേഷം പല കാര്യത്തിലും നമ്മുടെ ഒരു രക്ഷാധികാരി വേണുചേട്ടനായിരുന്നു. അതുകൊണ്ട് പിന്നീടുള്ള പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനൊക്കെ വേണുചേട്ടൻ്റെ വീട്ടിൽ പല തവണയും പോവുകയും എന്നിട്ടും അദ്ദേഹം അവസാനം പറഞ്ഞു എനിക്കൊരു നാടകം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഞാനൊരിക്കൽ ഭഗവത ജീവൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റുമായിട്ട് വേണുചേട്ടൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു. പ്ലാനിങ് ഒക്കെ നടന്നു. പക്ഷെ അപ്പോൾ പിന്നെ അതിൻ്റെ ശാരീരിക ആവശ്യങ്ങളുണ്ട്. പിന്നെ എന്തൊക്കെ കുറേ തിരക്ക് വന്നതുകൊണ്ട് അതങ്ങ് നീണ്ടു പോയി നടന്നില്ല. അദ്ദേഹം അവസാനം പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഭഗവത ജീവൻ ഒന്നുകൂടെ ചെയ്താലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് വീട്ടിലൊക്കെ ചെന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് പിന്നെ മാത്രമല്ല പല സാറിൻ്റെ ചരമദിനം ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ സോപാനത്തിൽ സ്ഥിരം വരികയും പോവുകയും ചെയ്യുന്ന പിന്നെ നമ്മുടെ ഒരു കുടുംബത്തിലെ കാരണവരായി മാറി വേണുചേട്ടൻ. അതുകൊണ്ട് നല്ല പരിചയം വന്നു പിന്നീട്. ഇതൊന്നും അല്ല നാടകം വഴി അല്ലാതെ. ഈ പണിക്കർ സാറിൻ്റെ കാലശേഷം ഇപ്പോൾ എങ്ങനെയാണ് സോപാനം മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് സാറിൻ്റെ മൂത്ത മകൻ
ഹരിച്ചേട്ടൻ്റെ മകൾ കല്യാണി കൃഷ്ണനാണ് ഇപ്പോൾ അതിൻ്റെ സെക്രട്ടറി. കല്യാണിയാണ് ഇപ്പോൾ വളരെ താല്പര്യപൂർവ്വം ഇത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നടക്കുന്നുണ്ട്. ഒരുവിധം കാര്യം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ എന്നാലും എല്ലാ കലാകാരന്മാർക്കും ബാധിച്ചതുപോലെ കോവിഡ് വന്നതുകൂടി എല്ലാ കലാകാരന്മാർക്കും ഒരു സംഭവിച്ചു. അതിൻ്റെ ഒരു ഇത് ഇപ്പോഴും കിടപ്പുണ്ട്. പൂർണ്ണമായിട്ട് പഴയ അവസ്ഥയിൽ വന്നു എന്ന് തോന്നിയിട്ടില്ല. അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഇപ്പോഴും നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഉണ്ട്. ഇപ്പോഴും ഇനിയിപ്പം ഭോപ്പാലിൽ ഈ കർണഭാരം തന്നെ പലരും ഈ നാടകം പഴയത് പേരെടുത്ത് തന്നെ ആവശ്യപ്പെടും. അതാണ് ഇപ്പോൾ പലരും ചോദിക്കും നിങ്ങൾ എന്ത് ഇപ്പോഴും അത് തന്നെ ചെയ്യുവാണെന്ന് ചോദിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല. അവർ പേരെടുത്ത് പറയും കർണഭാരം ഇപ്പോൾ ചെയ്യാറുണ്ടോ, ഉണ്ടെങ്കിൽ അത് വേണം. അങ്ങനെ പറയുമ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ റിഹേഴ്സലിലേക്ക് പോകും. അപ്പോൾ ഇത് ഇപ്പോൾ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെയാണ്. ജനുവരിയിൽ ഭോപ്പാലിൽ ഒരു ഫെസ്റ്റിവലുണ്ട്, മഹാഭാരതത്തെ ബേസ് ചെയ്തൊരു ഫെസ്റ്റിവൽ. അതുകൊണ്ടാണ് അതിന് ഇത് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഏതാണോ ചെയ്യാൻ പറ്റുന്നത്, കർണഭാരം ഉണ്ടോ എന്ന് ചോദിച്ചു. അത് റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കർണഭാരം ഇനിയിപ്പോൾ ഉടനെ സോപാനത്തിൻ്റെതായ നാടകം അതാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ചാവറ അച്ഛൻ്റെ എലിയാസ് അച്ഛൻ്റെ ഈ ഇടയ നാടകങ്ങൾ പണ്ടത്തെ ആദ്യത്തെ മലയാള നാടകങ്ങൾ അത് അറിയപ്പെടുന്നു. ഇപ്പം ഇതെല്ലാം കൂടി അത് കാവാലൻ സാറിന് അതിലെ മുഖവുര മുഖം എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അത് റിലീസ് ചെയ്യുമ്പോൾ കാവാലൻ സാർ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ പോയി അത് പുസ്തക റിലീസിനുണ്ടായിരുന്നു. ജോൺ പോൾ സാറായിരുന്നു അത് പുസ്തക റിലീസ് ചെയ്തത്. അപ്പോൾ അന്ന് അവിടെ വെച്ചൊരു ആവശ്യം വന്നു, ഈ നാടകങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ നാടകക്കാരല്ലേ ചെയ്തുകൂടെ എന്ന് വെറുതെ ചോദിച്ചു. അതങ്ങനെ മനസ്സിൽ വെച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് കല്യാണിയായിട്ട് ആലോചിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ഒരെണ്ണം വെച്ചെടുത്തുകൂടെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ ഒന്നും ഈ പറഞ്ഞ അക്കാലത്തുള്ളതാണ്. അത് ശരിക്കും ചാവറ അച്ഛൻ ഈ വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സെമിനാരികളിൽ അവതരിപ്പിക്കാൻ വേണ്ടി എഴുതിയ നാടകം അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു പബ്ലിക്കിന് വേണ്ടി എഴുതിയതല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും പൂർണ്ണ നാടകങ്ങളല്ല, നാടക ശകലങ്ങളെന്നേ പറയാൻ പറ്റും. നാടകത്തിൻ്റെ ഒരു പൂർണ്ണതയൊന്നും അതില്ല, ഘടനയൊന്നും ഇല്ല. അതിൽ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും എന്തോ ഒരു ശകലമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു എങ്ങനെ ചെയ്യുന്നുള്ള പിന്നെ എന്തോ വരട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശ്രമം അതിൻ്റെ സംവിധാന പണിപ്പുരയിലാണ് ആണ് അത് ഇതുവരെ ചെയ്തിട്ടില്ല. അതിൻ്റെ ബ്രോഷറൊക്കെ തയ്യാറാക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ ചെറിയ നാടകങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും അത് 15 മിനിറ്റൊക്കെ വരുള്ളൂ. നമ്മളതിനെ അരമണിക്കൂറൊക്കെ നമ്മുടെ പല കാര്യങ്ങളൊക്കെ കൊണ്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക രീതിയിൽ എന്നുള്ളതേ ഉള്ളൂ. ചില ലിമിറ്റേഷൻസ് സ്ക്രിപ്റ്റിലുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ എന്നാൽ ഇന്നത്തെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതിനെ എത്രത്തോളം മാറ്റാം എന്നുള്ള രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് സോപാനത്തിൻ്റേതായ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഞാൻ അഭിനയത്തിന് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും അതുപോലെ കേരളത്തിലെ സംഗീത അവാർഡ് ലഭിച്ചിരുന്നില്ല. അത് ഏത് വേഷത്തിനാണ്? അത് ശരിക്കും നമ്മളൊരു പ്രത്യേക വേഷത്തിനല്ല, നമ്മളൊരു ലൈഫ് ടൈം അച്ചീവ്മെന്റ്. അതാണ് ഇത് രണ്ടും അങ്ങനെയാണല്ലോ, രണ്ടും അങ്ങനെ തന്നെയാണ്. ഒരു മത്സരം ഇതല്ലല്ലോ. അപ്പം എനിക്കാണ് കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് ഇതുപോലെ അഭിനേതാവിന് ലഭിക്കുന്നത് കേരളത്തിൽ ആപ്പാടെ 4-5 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. ആദ്യമായിട്ട് ലഭിക്കുന്ന എനിക്ക് തോന്നുന്നു പണ്ടത്തെ കലാനിലയം കൃഷ്ണൻ നായരുടെ ബാലേ നാടകങ്ങളിലും പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന ഒരു അരവിന്ദാക്ഷ മേനോന് ലഭിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് കിട്ടിയത് ഒരു CI പരമേശ്വരമുള്ള സാർ, തിരുവനന്തപുരത്തെ അമച്ചൂർ നാടകവേദിയുടെ ആദ്യത്തെ അധിപതി. അത് കഴിഞ്ഞിട്ട് കലാരൻ ചേട്ടന് കിട്ടി അല്ലേ 2006. പിന്നീട് ഗിരീഷിന് കിട്ടി അല്ലേ. ഇടയ്ക്ക് ഒരാൾ കൂടെ ഉണ്ട്, ഞാൻ 5-മനാണ്. പണിക്കർ സാറിൻ്റെ നാടക പ്രവർത്തനങ്ങളെ കേരളത്തിലെ നാടക പ്രവർത്തകർ ഒരു കാവാലം ശൈലി എന്ന് പറഞ്ഞ് ശ്ലാഘിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗിരീഷ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? എനിക്ക് അത് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മഹത്വം ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. കാര്യം ആദ്യകാലത്ത് ഒന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ നാടക കളരി എന്ന് പറയുന്നത് CN ശ്രീകണ്ഠൻ നായരും അയ്യപ്പ പണിക്കരെല്ലാം ചേർന്ന് ശാസ്താംകോട്ട കളരി എന്നൊക്കെ 60കളിൽ തുടങ്ങിയ ജി ശങ്കരപ്പിള്ള തുടങ്ങിയ. അപ്പോൾ അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു നാടക സങ്കല്പം വേറെ ആയിരുന്നു. അതിലൂടെ ആയിരുന്നു ഇത് കണ്ടെത്താനൊരു ശ്രമമായിരുന്നല്ലോ ഇവരെല്ലാവരും ചെയ്തത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് പിന്നെ ജി ശങ്കരപ്പിള്ള സാറും കാവാല സാറും ഒക്കെയാണ് അതിൽ നിന്ന് മാറി നാടകരചനയിൽ ആ മാറ്റം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ സാർ ആദ്യം സാക്ഷി, പിന്നെ തിരുവാഴിത്താൻ, ദൈവത്താർ ഈ കടമ്പയ്ക്ക് മുമ്പ് വന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്. എനിക്കതിൽ അപ്പം ഞാനില്ലല്ലോ, അതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടിട്ടുള്ളത് അതൊക്കെ വളരെ പരാജയപ്പെട്ടു. അതിൻ്റെ കാര്യം വേറൊന്നുമില്ല, നാടകം മോശമായതുകൊണ്ടല്ല, അത് ആരും അംഗീകരിച്ചില്ല. ഇത് ചവിട്ട് നാടകമാണോ, ഇത് നാടകമാണ് എന്ന് പറഞ്ഞ് അതിനെ ആരും അങ്ങോട്ട് അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല ആർക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യകാലത്ത് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരും ഇത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ സാർ അത് വിട്ടുകൊടുത്തില്ല. സാറിന് പറയാൻ എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ആ വിശ്വാസമുണ്ട്. അപ്പോൾ ശങ്കരപ്പിള്ള സാറും അതിന് സപ്പോർട്ടായിരുന്നു. അപ്പോൾ ശരിക്കും ശങ്കരപ്പിള്ള കറുത്ത ദൈവത്തെ തേടി അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പല ഒരു ചേഞ്ച്, അതുവരെ ഉള്ള നാടക സങ്കല്പം എന്താണെന്നുള്ളതിന് ഒരു തനതെന്നുള്ളതിൽ എന്താണ് എന്നുള്ളത് രചനയിലൂടെ വരികയും അത് പ്രാക്ടിക്കൽ
കളിക്കുകയും അതിൽ കാവാലം സാറ് വളരെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാവരും പറയാറുണ്ട് കാവാലം സാറാണ് തനത് നാടകവേദിയുടെ അപ്പോസ്തലൻ എന്ന് വന്നു. എന്തുകൊണ്ട് അത് പ്രാക്ടിക്കലി തെളിയിച്ചു എന്താണെന്നുള്ളത്. അപ്പോൾ അതിനൊരു പൂർണ്ണതയിലെത്തിയത് ഈ കടമ്പയിൽ. അതുകൊണ്ടാണ് ഇന്ന് കടമ്പ എന്ന് പറയുന്ന ഒരു നാഴികക്കല്ലാറ്റ് പറയാൻ കാര്യം. അതിന് മുമ്പ് ചെയ്തതൊന്നും ആളുകൾക്ക് അങ്ങോട്ട് പക്ഷേ ഇനിയിപ്പോൾ അതിന് ശേഷം പിന്നെ അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഇതിൽ കാര്യമുണ്ടെന്നുള്ള രീതി. അതേ നമ്മൾ എന്താണോ തുടർന്ന് പോരുന്നത് അതിൽ നിന്നൊരു വ്യതിചലിക്കുമ്പോൾ എല്ലാവർക്കും അതിനോട് എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പല രീതിയിൽ പറയുന്നത്. എന്ത് നൃത്തമല്ലേ, നൃത്തനാടകമാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ പിന്നീട് അത് സാറ് പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഗീത നൃത്തവാദ്യം തൗര്യത്രികം എന്നാണ് പറയുന്നത്. ഇതിൽ അധിഷ്ഠിതമായതാണ് ഇന്ത്യൻ നാടക സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും സ്റ്റേജിൽ പ്രയോഗിച്ചത് കാവാലം സാറാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാടകം എടുത്തു കഴിഞ്ഞാൽ അതിൽ നൃത്തമില്ലേന്ന് ചോദിച്ചാൽ നൃത്തമുണ്ട്, എന്നാൽ ശരിക്കുള്ള പ്യുവർ നൃത്തമല്ല. താളം ഇല്ലേന്ന് വെച്ചാൽ താളമുണ്ട്, സംഗീതം ഇല്ലേന്ന് വെച്ചാൽ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നും പാടാൻ വേണ്ടിയിട്ടോ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല ചെയ്യുന്നത്. സാന്ദർഭികമായിട്ട് അതിന് അനുയോജ്യമായ സ്റ്റൈലിന് അല്ലെങ്കിൽ അതിന് യോജിച്ച്. അപ്പോൾ അത് പിന്നെ പറഞ്ഞു വന്നപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ കാവാലം സ്റ്റൈൽ എന്നുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അത് കാവാല സ്റ്റൈലല്ലേ എന്ന് പറയും. അത് അല്ലെങ്കിൽ പോലും പറയും അതുപോലെ ഇരിക്കുന്നതുകൊണ്ട് കാവാല സ്റ്റൈൽ എന്ന് പറയും. അതുപോലെ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അത് ആദ്യകാലത്തൊക്കെ ഒരുപാട് എതിർപ്പ് വന്നെങ്കിലും പിന്നീട് ഇപ്പോൾ വരെ വളരെ സാറുമായിട്ട് അടുത്ത് ഇടപഴകുന്ന വിദേശീയരായതുകൊണ്ട് അത് കേമൊന്നല്ല പറയുന്നത്, അവർ വരെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും സോപാനത്തിൽ സാറിൻ്റെ കീഴിൽ പലതും പല റിസർച്ച് ചെയ്യാനും പഠിക്കാൻ എങ്ങനെ എന്തുകൊണ്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നു, നാടൻ കലകളുമായി കൂടിയാട്ടമൊക്കെ വേണം. അപ്പോൾ പറയാം അത് കൂടിയാട്ടം പോലെ ഇരിക്കുന്നതൊക്കെ ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് അത് യൂസ് ചെയ്യുന്നുള്ള അവരും മനസ്സിലാക്കിയിട്ട് ആഗോളതലത്തിൽ പല അറിയപ്പെടുന്ന നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഉള്ള കേരളത്തിലുള്ളത് മാത്രമല്ല ഇന്ത്യയിൽ ഉള്ള പല അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇന്നും അറിയപ്പെടുന്ന പല സംവിധായകരും സാറിൻ്റെ കീഴിൽ വന്നിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ശരിക്കും ഈ ഒരു സ്റ്റൈല് എന്ന് പറയുന്നത് വളരെ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഒരിക്കലും അത് പിന്നിലേക്ക് മാറ്റിവെക്കാൻ പറ്റുന്നത് അല്ല എന്നുള്ളത് പിന്നെ സാറ് തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഇന്നും അതിന് അത്രത്തോളം അതുകൊണ്ടാണ് ഇന്നും അതിൻ്റെ സാറ് പോയെങ്കിൽ ഇന്ന് ആ നാടകത്തിന് ആവശ്യം വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ഈ നാടകത്തിന് പകരം വേറൊരു ഗ്രൂപ്പിനെ കൊണ്ട് അത് കിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് പലപ്പോഴും അത് തന്നെ വേണം എന്ന് പറയും. എന്താണെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പഴയ നാടകങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് തന്നെ അവർ വീണ്ടും വയ്ക്കുന്നത്. അവിടെ നമ്മൾ മുമ്പ് ചെയ്തത് തന്നെ ഈ കർണഭാരമൊക്കെ. എങ്കിലും അവർക്കൊരു ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് നാടകം എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് പറയും ഇത് മതി, ഇനാഗുറേഷൻ ഇത് മതി എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് എത്രത്തോളം മൂല്യം ഉള്ളതുകൊണ്ടല്ലേ, വെറുതെ ആരും സ്വാധീനം കൊണ്ട് വരുന്നതല്ല ഇതൊന്നും. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ വിദേശത്ത് പോകുന്നു ഇവിടെ മലയാളികൾക്ക് കളിക്കാറില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. നമുക്കിപ്പോൾ ആരാണോ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് അവിടെ പോയി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ലാംഗ്വേജ് ഓറിയൻറ്റഡ് മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള ഒരു ഡയലോഗിന് പ്രാധാന്യമുള്ള ഒരു നാടകം മലയാളികൾക്കല്ലേ മനസ്സിലാവുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ അത് മലയാള നാടകം. ഓക്കെ, അത് മോശമെന്നല്ല പറയുന്നത്, നല്ല നാടകങ്ങൾ ധാരാളം ഉണ്ട്, അത് ഇപ്പോഴും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാഷയ്ക്ക് അതീതമായിട്ട് നമുക്ക് മലയാളമാണ് കാവാലം സാറിൻ്റെ മലയാള നാടകമാണെങ്കിലും സംസ്കൃതമാണെങ്കിലും ഭാഷയ്ക്ക് അതീതമായിട്ട് വേറൊരു വിദേശ രാജ്യത്തോ നോർത്ത് ഇന്ത്യയിലോ മലയാള ഭാഷ അറിയാത്ത സംസ്കൃത ഭാഷ അറിയാത്ത ഓഡിയൻസിൻ്റെ ഇടയിൽ ചെയ്താലും വേർഡ് ബൈ വേർഡ് മനസ്സിലായില്ലെങ്കിലും ടോട്ടലി അതിൻ്റെ അവർക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഒരു ഭംഗിവാക്കില്ലാതെ അവർ അതിൻ്റെ കാര്യകാരണ സഹിതം പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു ഇതൊന്നും മനസ്സിലാവില്ല, സംസ്കൃതം ഒന്ന് കേട്ടപ്പോൾ പേടിച്ചു പോയി. ഇപ്പോൾ മനസ്സിലായി. വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഫിസിക്കൽ ആക്ടിങ്ങിന് അത്രയും അതുകൊണ്ട് സാർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിങ്ങിനും മെൻ്റൽ ആക്ടിങ്ങിനും പറഞ്ഞ എക്സ്പ്രഷനും വളരെ പ്രാധാന്യം കൊടുക്കുന്നു. കാര്യം നമുക്ക് അതാണ് യൂണിവേഴ്സലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഭാഷ ഒരിക്കലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. മലയാളം അറിയുന്ന ഏത് ഭാഷയാണെന്ന് പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ബോഡി ലാംഗ്വേജ് നമ്മളിപ്പോൾ എന്താണ് മൈമിന് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം വരുന്നത്? അതാണ് ചലനത്തിലൂടെ മാത്രമാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ആ മൈം തന്നെയാണ് കൂടിയാട്ടത്തിൽ നമ്മൾ എന്താണ് പെർക്കഷൻ വായിച്ച് എനാക്ട് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്ന മൈം തന്നെ. അപ്പോൾ അങ്ങനെ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് തന്നെ അപ്പോൾ എന്താണ് ബോഡി ലാംഗ്വേജിലൂടെ ഫിസിക്കൽ ആക്ടിങ്ങിലൂടെ പലതും നമുക്ക് യൂണിവേഴ്സലായിട്ട് ഭാഷയ്ക്ക് അതീതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ ലോകത്ത് എവിടെ പോയാലും നമ്മുടെ സന്തോഷം തന്നെയാണ് വിദേശീയൻ്റെ സന്തോഷം. അതുപോലെ നമ്മുടെ ദുഃഖം അവരുടെ ദുഃഖമാണ്. മുഖം കണ്ടാൽ അറിയാം. അവിടെ മാറ്റമില്ലല്ലോ. നമ്മുടെ സന്തോഷം അവരുടെ ദുഃഖമായിട്ട് വരില്ലല്ലോ, രാജ്യം വേറെ ആണെങ്കിലും ഭാഷ വേറെ ആണെങ്കിലും. അപ്പോൾ അതിലൂടെ നമുക്ക് മാക്സിമം എത്രത്തോളം നമ്മുടെ മുഖഭാവത്തിലൂടെ എക്സ്പ്രഷനിലൂടെ ശരീരഭാഷയിലൂടെ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഉള്ളൂ ഭാഷ. അതുകൊണ്ടാണ് ഇത് എവിടെ പോയി കഴിഞ്ഞാലും ഒരു പരിധി വരെ എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണത്. കാരണം നമുക്ക് നമ്മുടെ അനുഭവം കൊണ്ട് പറയുന്നു എന്നുള്ളത് എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ ഞാനിപ്പോൾ ബൈ ചാൻസ് പറയുന്നത് ഞാനിപ്പോൾ സാറ് അവസാനമായിട്ട് ഡയറക്റ്റ് ചെയ്തു എന്ന് പറയാവുന്നൊരു സോളോ പെർഫോമൻസ് ഉണ്ട്, അന്തര്യാമി എന്ന്. ഇപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 4 ഭാഷയിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ മലയാളം മാത്രമല്ല, മെയിനായിട്ട് ഹിന്ദിയാണ് അതിൽ, പിന്നെ സംസ്കൃതമുണ്ട്, പിന്നെ ഇംഗ്ലീഷുണ്ട്,
പിന്നെ മലയാളമുണ്ട്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പൊയംസൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു അന്തര്യാമി എന്ന് പറയുന്ന പ്ലേ ഇല്ല. അത് സാറ് തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു സോളോ പെർഫോമൻസിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് കോർത്തെടുത്ത് ഒരു പേരും കൊടുത്തിട്ട് ചെയ്തതാണ്. പക്ഷേ അത് പല സ്ഥലങ്ങളിലും കേരളം വിട്ട് പല സ്ഥലം ചെയ്യാൻ സാധിക്കുന്നു. കാര്യം അതിൽ ഹിന്ദിയുണ്ട്, ഈ മൾട്ടി ലിംഗ്വലാണല്ലോ. അതുകൊണ്ട് പല ഏരിയാസും നമുക്ക് ഭാഷ വ്യത്യസ്തതയുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ രണ്ട് കാര്യത്തിനാണ് അതിലും ശരീരചലനം, ബോഡി എല്ലാം നമ്മൾ പറയുന്ന ആംഗിക അഭിനയത്തിനാണ്, ഫിസിക്കൽ ആക്ടിങ്ങിനാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. എന്ത് പറയുന്നു എന്നുള്ളതല്ല, എക്സ്പ്രഷൻ വൈസ്. ഇതുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട്, നമുക്കിത് മനസ്സിലാക്കാൻ പറ്റി. വേറെ ഒന്നുമല്ല, ഇതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധ്യത ഉണ്ട് ഈ ഒരു പദ്ധതിക്ക്. കാവാലൻ സ്റ്റൈലെന്നോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റൈലൈസ്ഡ് ആക്ടിംഗ് എന്നോ എന്തുവേണം പറയാം, എന്തുവേണം പേര് പറയാം. പക്ഷേ അതിൻ്റെ പ്രത്യേകത ഇതാണ്, നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഭാഷ അറിഞ്ഞുകൂടാത്ത ഒരു ഓഡിയൻ. സാറിൻ്റെ രീതി അങ്ങനെയാണ്, സാറ് റിഹേഴ്സൽ കാണുന്നത് അങ്ങനെയാണ്. സാർ ഓരോന്ന് കണ്ടുകൊണ്ടിരുന്നിട്ട് എനിക്ക് ഈ ഭാഷയെ അറിഞ്ഞുകൂടാ എങ്കിൽ എനിക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്ന് മാറിയിരുന്ന് നോക്കിയിട്ടാണ് ഞങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നത്. എങ്ങനെ അത് കൊണ്ടുവരാം ഈ ഭാഷ അറിഞ്ഞിടാത്ത ആൾ. അപ്പോൾ അതാണ് പറയുന്ന ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ആക്ടിങ്ങിൽ ഇത് രണ്ടുമാണ് എടുത്ത് പറയേണ്ടത്. നമ്മൾ പറയുന്ന ആംഗികവും സാത്വികവും. വാചികം എന്ന് പറയുന്നത് ഓക്കെ, പക്ഷെ അത് അത്തരം ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലേ നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് ഇവിടെയൊക്കെ ചെയ്യുന്നതിന് അത് ഒരു കുഴപ്പമില്ല. പക്ഷേ അത് മാത്രമല്ലായിരുന്നു സാറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഇവിടെ ഒതുക്കുക എന്നുള്ളതല്ല, ഒരു ഭാഷ സാറിൻ്റെ കൺസെപ്റ്റ് ലോകമേ അത് തന്നെയാണ്. അതായതുകൊണ്ട് അത് വിജയിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. അല്ല നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നമുക്കൊരു നെഗറ്റീവ് എന്ന് കണ്ടാത്ത, അത് എല്ലാവരും പറഞ്ഞ ഇത് തന്നെയാണ്. അത് എഴുതിയത് 2000 വർഷം മുമ്പല്ലേ, അതെന്തിനു ചെയ്യുന്നു ഇപ്പോൾ? അതൊരു മ്യൂസിയം പീസായിട്ട് അവിടെ വെച്ചാൽ പോരെ എന്നുള്ള ഒരു തോന്നലാണത്. ഇപ്പോൾ ഈ പുതുതായിട്ടുള്ളത് ഉള്ളപ്പോൾ എന്തിനാ അതെന്നുള്ളത്. അപ്പം സാറ് പറഞ്ഞാൽ എഴുതിയത് വർഷം നോക്കിയിട്ടല്ലല്ലോ അതിൽ ആധുനികത. എനിക്കതിൽ ആധുനികത കാണാൻ പറ്റുന്നുണ്ട്. ഏതെടുത്ത സാർ എല്ലാത്തിലും പറയുന്നുണ്ട് ദുഷ്യന്തൻ ശകുന്തള. എന്തുകൊണ്ട് ഇപ്പോഴും ശകുന്തളം ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ കാണുന്നത് അന്നത്തെ പിന്നെ മഞ്ജു വാര്യറിനെ വെച്ചിട്ട് പണിക്കർ സാർ ശകുന്തളം ചെയ്തു അവതരിപ്പിച്ചിരുന്നല്ലോ, അതിൽ താങ്കൾ പങ്കാളിയായിരുന്നല്ലോ. ഞാനാണ് ദുഷ്യന്തൻ ചെയ്തത്. അതേക്കുറിച്ചൊന്ന് പറയാം. അത് മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പിന്നെ ഒരു സമയത്ത് പിന്നെ മഞ്ജു വാര്യർ കാവാലൻ സാറിൻ്റെ തറവാടിൽ കാവാലത്ത് അവിടെ മഞ്ജു വാര്യരുടെ അച്ഛനുമായിട്ട് അവിടെ സാറിനെ വിസിറ്റ് ചെയ്തു. അത് വേറെ ഒന്നുമല്ല, മോഹിനിയാട്ടം ഈ നൃത്തത്തിൻ്റെ ഒരു കാര്യത്തിന് പാട്ടിന് വേണ്ടിയിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം സാറിൻ്റെ സാറപ്പോഴും മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ ഒരുപാട് എഴുതുന്നുണ്ട്, പലരും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലൊരാഗ്രഹം കൊണ്ടാണ് അച്ഛനുമായിട്ട് അവിടെ കാവാലത്ത് വന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഈ നാടകത്തിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് കൂട്ടത്തിൽ മഞ്ജു പറഞ്ഞ സാർ എനിക്കും നാടകമൊക്കെ ചെയ്യാൻ പറ്റുമോ, പിന്നെന്താ തയ്യാറാണെങ്കിൽ ചെയ്യാൻ. മോഹൻലാലൊക്കെ വന്ന് ചെയ്തില്ലേ, ഞാൻ ടാഗോർ തിയേറ്ററിൽ നിങ്ങളെ നാടകം കാണാൻ വന്നിരും. അതെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ബൈ ചാൻസ് വരുന്നതാണ്, അതിനുവേണ്ടി വന്നതൊന്നുമല്ല. മോഹിനിയാട്ടം ചെയ്യാനോ അല്ലെങ്കിൽ നൃത്തം ചെയ്യാനായിട്ട് സാറിൻ്റെ പാട്ട് അന്വേഷിച്ച് വന്നതാണ്. അത് അവസാനം പറഞ്ഞു തയ്യാറാണെങ്കിൽ വരാം, മോഹൻലാലൊക്കെ ചെയ്തതല്ലേ. പക്ഷേ അപ്പോൾ സാർ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സംസ്കൃതമൊന്നും അറിഞ്ഞുകൂടാ, അത് അവിടുത്തെ രീതികളൊന്നും അറിഞ്ഞുകൂടാ, അതൊന്നും എനിക്ക് പേടിയാണ്, ഭയങ്കര ടെൻഷനാണെന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല, താല്പര്യമുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും വരാം, വെൽക്കം ഓൾവേസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ് മഞ്ജു വാര്യർക്ക് തോന്നലും എന്നാൽ ആയിക്കൂടുന്നത്. അങ്ങനെ ആ ഒരു ടോക്കിലൂടെയാണ് ശരിക്കും. അപ്പോൾ ഏത് ചെയ്യാമെന്ന് വന്നപ്പോൾ പറഞ്ഞു സാറ് തന്നെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു ശകുന്തള ചെയ്യാം, കുഴപ്പമില്ലെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും അതെ വന്നിട്ട് ശകുന്തള. ഞാൻ അതിന് മുമ്പേ ദുഷ്യന്തനായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ ടാഗോർ തിയേറ്ററിൽ ചെയ്തു. അത് മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. അത് വേറെ ഒന്നുമില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ അതേ ചിന്തയുള്ളൂ, എനിക്ക് ക്ഷീണമുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ നിർത്തിക്കോട്ടെ എന്നോ ഒന്നുമല്ല. എപ്പോൾ നിർത്താൻ പറയുന്നു അതുവരെ ഒരു മടിയും കൂടാതെ എന്തിനും ഓരോ ആൾക്കാരും പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ. കാരണം സാർ അപ്പം തന്നെ ഇത്തിരി അവശനായിരുന്നു, സാറിന് ഇത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാറിന് ത്രൂ ഔട്ട് വന്നിരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ പലരും സാറ് വന്നൊരു ഓവറോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ചെയ്യിച്ചോളൂ എന്നുകൊണ്ട് സാറങ്ങ് പോകും. പിന്നെ ബാക്കിയുള്ളവരാണ് ശരിയാക്കി അവരെ ഗൈഡ് ചെയ്തത്. അതെ. ഇന്നത്തെ നമ്മുടെ നാടക ചർച്ചയിൽ പങ്കെടുത്ത മലയാള നാടകവേദിയിലെ പ്രമുഖ നടൻ ശ്രീ ഗിരീഷ് സോപാനത്തിന് നന്ദി പറയുന്നു.